ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചൊരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം മുമ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ചൊരു വേസ്റ്റ് ഐറ്റംസ് വെച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു അടിപൊളി ഒരു വോഡക്കറി ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. ഇതിപ്പോൾ കുറേ ആയി ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടോ. പക്ഷേ ഞാനിപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനം കേട്ടോ, കണ്ടോ. അപ്പം ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ തെങ്ങിൻ്റെ ആ പൂവുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഇന്ന് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. തേച്ച് നമുക്ക് വേസ്റ്റായിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പം നമുക്ക് അടിപൊളിയായിട്ടൊരു വോഡക്കറി കണ്ടിട്ട് വരാം. അപ്പം പിന്നെ വീണ്ടും പറയാതെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ടൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പിന്നെ ഞാനിതിലേക്ക് എടുക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു ഫ്രെയിമാണ്. ഇത് നോർമൽ ഫ്രെയിമല്ല, ബോക്സ് ടൈപ്പ് ആയിട്ട് വരുന്ന ഷാഡോ ബോക്സ് ഫ്രെയിം, അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് ഫ്രെയിം എന്നൊക്കെ പറയും. അപ്പം ഇത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ആമസോണിൽ കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേൻ്റെ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്കാണ് കേട്ടോ. അവൻ്റെ ബേബി ഡീറ്റെയിലിംഗ് ഫ്രെയിം പോലെ ചെയ്തതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഫ്രെയിം ഇപ്പം ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ, ഇപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് സ്റ്റോറൊക്കെ പണ്ടത്തോണല്ലല്ലോ, ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഇപ്പം ക്രാഫ്റ്റ് സ്റ്റോറിലുമൊക്കെ നമുക്കിത് കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പ് ഫ്രെയിമാണ് ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇപ്പം ഈ ഒരു നമ്മുടെ തെങ്ങിൻ്റെ ഈ ഒരു പൂവ് ഫുള്ള് ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് അതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇതൊരു ബേസാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു തെങ്ങിൻ്റെ പൂവ് ഫുള്ളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഒരു ഫ്ലവർ പോലെ നമ്മളിത് ഫുള്ള് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ ഈ ഒരു ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഒരു ചിപ്പ് ബോർഡ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ അത് നടക്കുന്നുണ്ടായിരുന്നില്ല, അതിൽ സ്റ്റിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇപ്പം അതിന് വേണ്ടിയിട്ട് അതിപ്പം സേവ് ദി ഡേറ്റ് വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അപ്പം അതിൽ വേണ്ടിയിട്ട് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഷീറ്റ് പ്രിൻ്റ് എടുത്തതുണ്ടായിരുന്നു. അപ്പം ഗ്ലോസി ഷീറ്റ് ഇതിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ തെങ്ങിൻ്റെ പൂവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് റെഡ് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി എന്നായിട്ട് നേരിട്ട് കാണുമ്പം. അപ്പം പിന്നെ ഞാനിതിൽ കുറച്ച് ഗോൾഡൻ അക്രിലിക് പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കുറച്ചുകൂടെ ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് സ്പ്രേ പെയിൻറ്റ് റെഡ് കളർ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു ഫ്ലവറിൻ്റെ പോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു വോൾ ഡെക്കറൊക്കെ ആയിട്ട് ഡെക്കർ പീസായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വേസ്റ്റ് റീസൈക്ലിങ് ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. അപ്പം ഇതുപോലെ ബോക്സ് ഫ്രെയിമിൽ തന്നെ വെക്കണം എന്നില്ല, നിങ്ങൾക്കല്ലാതെ തന്നെ എന്തെങ്കിലും കാർഡ്ബോർഡിലൊക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ ഈ ഗോൾഡൻ അക്രലിക് കളർ ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ നല്ലൊരു ഡെക്കർ പീസായിട്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് നമ്മൾ ഫസ്റ്റ് ആ ഒരു ബോർഡിൻ്റെ മുകളിലേക്ക് ഇത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രെയിം ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.